വഖഫ് നിയമ ഭേദഗതി ഹർജികളിൽ വാദം തുടർന്ന് സുപ്രീം കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സമയം അനുവദിച്ചു. തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുണ്ട്. വിശദമായ ഉത്തരവ് പിന്നീട് ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൊപ്പം ചേർന്നു. ജിഷ്ണു, എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണാജ്, വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നത് കോടതി മെയ് 5-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് വിശദമായൊരു വാദം കേൾക്കൽ ബെഞ്ചിന് മുൻപിൽ നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ വിശദമായ പഠനവും ആലോചനയും നടത്തിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതെന്നും അതുകൊണ്ട് കോടതിയെ വിശദമായ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് സോളിസിറ്റർ ജനറൽ കോടതിക്ക് മുൻപാകെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് വിശദമായ മറുപടി, വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി 7 ദിവസത്തെ സമയം നൽകിയിരിക്കുകയാണ്. ഒപ്പം ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉപയോഗത്തിലൂടെയോ അല്ലെങ്കിൽ കോടതി ഉത്തരവിലൂടെയോ വഖഫ് ആണെന്ന് വിജ്ഞാപനം ചെയ്തിട്ടുള്ള, അതായത് നിലവിൽ രേഖാമൂലം വഖഫ് ആണെന്ന് തെളിഞ്ഞിട്ടുള്ള ഭൂമികളിൽ തൽസ്ഥിതി തുടരണം എന്നൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കവേ 3 വിഷയങ്ങളിൽ, ഒന്ന് വഖഫ് ഭൂമിയിൽ ഈ ഡീനോട്ടിഫൈ ചെയ്യരുത്, കൂടാതെ വഖഫ് ബോർഡിലെയും കൗൺസിലിലെയും നിയമനം തുടങ്ങി 3 വിഷയങ്ങളിൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകും എന്ന് കോടതി സൂചന നൽകിയിരുന്നെങ്കിലും ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ തൽസ്ഥിതി തുടരണം എന്ന് മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ വഖഫ് കൗൺസിൽ, ദേശീയ വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിലും ഒരു നിയമനം നടത്തില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ കോടതി നിർദ്ദേശിച്ചതുപോലെ ഈ നിലവിൽ രേഖാമൂലം വഖഫ് ആണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കളിൽ മാറ്റം വരുത്തില്ല എന്നുള്ളതും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കോടതി നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത്തരത്തിലൊരു സ്റ്റേ ഈ നിയമത്തിന് നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനും അത് ലളിതമായി പറഞ്ഞാൽ ഈ ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി, നിയമ ഭേദഗതി പാസ്സായി, അത് പ്രാബല്യത്തിൽ വന്നു. പക്ഷേ അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയിരിക്കുന്നു. അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനുള്ള കാലതാമസം, അങ്ങനെയല്ലേ കുറച്ചുകൂടി നമ്മൾ ലളിതമായി പറഞ്ഞാൽ? കൃഷ്ണാജി, തീർച്ചയായും ആ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കുന്നതിന് നിലവിൽ യാതൊരു തരത്തിലുമുള്ള നിയമ തടസ്സം സുപ്രീം കോടതിയിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത്. അത്തരത്തിൽ ഏതെങ്കിലും ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കരുതോ എന്നോ ഒരു കാര്യവും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് നിലവിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള, രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള നിയമ ഭേദഗതിയിന്മേൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനും അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കുന്നതിനും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതിൻ്റെ ചില പോയിന്റുകളിൽ മാത്രമാണ് വിശദീകരണം കോടതി തേടിയിട്ടുള്ളത്. ഒന്ന് ചെയ്യാൻ സാധിക്കാത്തത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉപയോഗത്തിലൂടെയോ കോടതി ഉത്തരവിലൂടെയോ നിലവിൽ വഖഫ് സ്വത്താണെന്ന് രേഖാമൂലം തെളിയിച്ചിട്ടുള്ള ഭൂമികളിൽ അടുത്തൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണം, അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്തരുത് എന്ന് കോടതി തന്നെ വളരെ കൃത്യമായി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യത്തിലും ഇടക്കാല ഉത്തരവിൽ പരാമർശമുണ്ടായിട്ടില്ല. കൂടാതെ കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ കോടതിയെ തന്നെ ബോധിപ്പിച്ചിട്ടുള്ളത് ദേശീയ വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും കോടതിയുടെ ഭാഗത്തു നിന്ന് അടുത്തൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിയമനങ്ങൾ നടത്തില്ല എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും നിലവിൽ സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കും. അതിന് യാതൊരു തരത്തിലുമുള്ള നിയമ തടസ്സം നിലവിലില്ല എന്നുള്ളതാണ് നിയമ വിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കൃഷ്ണരാജ്. വഖഫ് നിയമ ഭേദഗതി ഹർജികളിൽ വാദം തുടരുകയാണ് സുപ്രീം കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സമയം അനുവദിച്ചിരിക്കുന്നു. തൽസ്ഥിതി തുടരണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.